അത്യാവശ്യം വലിയ പൂക്കളാണ്. അതായത് നമുക്കൊരു കയ്യിൽ ഇപ്പം എൻ്റെ ഒരു കയ്യിലിരിക്കണമെങ്കിൽ അത്രയും വലിയൊരു പൂവാണ്. കണ്ടോ, ഈ ഒരു പൂവിൽ നമുക്ക് കയ്യിൽ പിടിക്കാം. അത്രയും വലിയ പൂക്കളാണ് ഇവിടെ ഉണ്ടായിരിക്കണം, അല്ലാണ്ട് ചെറിയ പൂക്കളല്ല. ഇത്രയും വലിയ പൂക്കൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷമൊന്നും എവിടെയും കണ്ടിട്ടില്ല. കാരണം അത്ര വലിയ പൂക്കളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഒപ്പം ബാബുചേട്ടനുണ്ട്. ഞങ്ങൾ ഇന്നുള്ളത് ആലുവയിലാണ് കേട്ടോ, അതായത് ബാബുചേട്ടൻ്റെ സ്വന്തം നാട്ടിൽ. അപ്പോൾ ഇവിടെ വരാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മുടെ പുറകിൽ കുറേയധികം വെന്തിപ്പൂക്കളുണ്ട്. അപ്പോൾ 2024 ഓണത്തിനോടനുബന്ധിച്ച് ഇവരിവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം വിളവെടുക്കാനായിട്ട് എല്ലാ സംഭവങ്ങളും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് വരുന്ന അറിയാൻ വേണ്ടി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ബാബുചേട്ടന് ഒരു ചാനലുണ്ട് കേട്ടോ, എ ബൈ ഡീറ്റെയിൽ മീഡിയ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടേക്കണം കേട്ടോ വീഡിയോകളെല്ലാം. നമ്മളൊരു ചെറിയ ചാനലാണ്, അത് അത്യാവശ്യം നാട്ടിലെ ഫെസ്റ്റിവൽ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇതിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെയും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ കുറേയധികം സ്ഥലത്ത് പൂക്കളുണ്ട് കേട്ടോ. ശരിക്കും ഇത് എന്നോട് പറഞ്ഞത് നമ്മുടെ ജോർജാണ് കേട്ടോ, അതായത് സെലിബ്രിറ്റീസ് ഓൺ ബൈ ജോർജ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അവനാണ് ഇത് അറിയിച്ചിട്ട്, കാരണം അവനാണ് ആദ്യം ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിയാണ് നമുക്ക് ഇവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ തന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറേയധികം ഭാഗത്ത് പൂക്കളുണ്ട് കേട്ടോ നിലവിൽ. ഇപ്പോൾ ഇത് കണ്ട് ഇവിടേക്ക് വരുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കുറേയധികം പൂക്കളെ കാണാം. കുറേയധികം ഭാഗത്ത് നിലവിൽ പൂക്കളുണ്ട്. നമ്മൾ വരുമ്പോൾ തന്നെ കാണാം കുറേയധികം തരത്തിൽ, അതായത് മിക്സഡായിട്ടാണ് ഇവിടെ പൂക്കളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മഞ്ഞയോ അതുപോലെ തന്നെ ഓറഞ്ച് കളർ, 2 കളറാണ് നിലവിലുള്ളത് കേട്ടോ. ഒരു കുടുംബശ്രീ യൂണിറ്റിൻ്റെ കീഴിലുള്ള ഒരു കൂട്ടം സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയുടെ ഫലമാണ് കേട്ടോ ഈ ഒരു പൂക്കളെല്ലാം ഇവിടെ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു ഓണത്തിനോടനുബന്ധിച്ച്. അതെ, നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാട്ടെ. ഇവരാണ് ഈ ഒരു വെന്തികൃഷിയുടെ മെയിനായിട്ടുള്ള ആൾക്കാരെല്ലാം. അപ്പോൾ നിങ്ങൾ 5 പേരാന്ന് പറഞ്ഞപ്പോൾ ഒരാൾ കുറവുണ്ടെന്ന് തോന്നുന്നു ഇപ്പം നിലവിൽ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമോ? എങ്ങനെ പേര്? എൻ്റെ പേര് ഫസീജ. എൻ്റെ പേര് ലൈല. എൻ്റെ പേര് ഷൈനബ. സുനിത. ഇത് എത്ര നാളായി ഇവിടെ തുടങ്ങിയിട്ട്? ഇപ്പോൾ 2 മാസമായി. ജൂണിൽ ഞങ്ങൾ നട്ട തൈയാണ്. ഇപ്പോൾ ഈ കറക്റ്റ് 2 മാസമാകുമ്പോൾ ഇങ്ങനെ നിറച്ച് പൂത്ത് നിൽക്കണത് 2 മാസമാണ്. ഇനി ഒരു മാസം വരെ ഇതിൻ്റെ പൂ നമുക്ക് എടുക്കാൻ പറ്റും. ആദ്യത്തെ അത്രയും വലിയ പൂക്കളായിരിക്കില്ല പിന്നെ വന്നത്, അത്രയും ഒരു വ്യത്യാസമുണ്ട്. വേറെ പണിക്കാരുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആ ജോർജിന്റെ വീട്ടിൽ വേറെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ എല്ലാവരും കൂടി പണിയെടുത്തോണ്ട് നിൽക്കുമ്പോഴാണ് വന്നിരുന്നില്ല. അതാണ് അത്ര ആളുകൾ ഉണ്ടായിരുന്നല്ലേ. തൊഴിലുറപ്പിലാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ആ ചേട്ടൻ വരുന്നവരപ്പം ഞങ്ങൾ ഇനി ഒരു മാസം കൂടെയൊക്കെ ഉണ്ടാവും ഇതിപ്പോ നിലവിൽ? ഇതിപ്പോ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആരെയൊക്കെ വരികയാണെങ്കിൽ കാണാനുള്ള സൗകര്യം ഉണ്ടോ? അതുപോലെ തന്നെ വരുന്നവർക്ക് ഇവിടെ വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാവോ? ഉണ്ടാവുമല്ലോ. ഓക്കെ. അപ്പോൾ അതേ വരുന്നവർക്ക് ഇവിടെ നിന്ന് പൂ വാങ്ങാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോര്. എന്തായാലും ഇവരെല്ലാവരും ഉണ്ടാവും ഇവിടെ. ആരെങ്കിലും ഒരാൾ എന്തായാലും ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ ഓരോരുത്തർ വന്ന് എല്ലാവരും ആയിപ്പോൾ നിലവില്ലേ. അപ്പോൾ നന്ദി, താങ്ക് യു കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങോട്ടുള്ള കറക്റ്റായിട്ടുള്ള വഴി നമുക്ക് പറഞ്ഞു തരണേ, കാരണം ഞങ്ങൾക്ക് ചെറുതായിട്ട് വഴിയൊക്കെ തെറ്റി. അപ്പോൾ വഴി ഒന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇങ്ങോട്ട് പറഞ്ഞു. നമ്മൾ ആലുവയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നേരെ UC കോളേജ് ജംഗ്ഷനിൽ വന്നിട്ട് അതിനുശേഷം മില്ലോടി എന്നൊരു സ്റ്റോപ്പ് ചോദിക്കുക. മില്ലോടിയിൽ വന്നിട്ട് ആരോട് ചോദിച്ചാലും ബന്ദിപ്പൂപ്പാടം പറഞ്ഞുതരും. ഇനി പറവൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നേരെ മാളിയമ്പടിയിൽ വരാം. അവിടെ വന്നിട്ട് ജസ്റ്റ് ലെഫ്റ്റ് ടേൺ ചെയ്തിട്ട് പാറാന ടു വയലോടത്താണ് നമ്മുടെ തോട്ടമുള്ളത്. ആര് ചോദിച്ചാലും പറഞ്ഞുതരും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ തോട്ടം കാണാനായിട്ട് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് പോരട്ടെ. എന്തായാലും ഒരു മാസം ഉണ്ടാവും, എന്നാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് പോര്. ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ എത്രയും പെട്ടെന്ന് സൗകര്യമായ സമയത്ത് എത്രയും പെട്ടെന്ന് പോര്. വരുമ്പോൾ എല്ലാവരും രാവിലെ തന്നെ വന്നോട്ടെ. രാവിലെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ രാവിലെയാണ്. കാരണം തൊട്ടടുത്ത് പാടവും കാര്യങ്ങളൊക്കെ ഉള്ളതാണേ, നല്ല ഭംഗി രാവിലെയാണ് ഇവിടെ കാണാനായിട്ടാണ്. വർക്കിംഗ് ഡേ ആയാലും ഏത് ദിവസമായാലും കുഴപ്പമില്ല, ഇവിടെ ആരെയൊക്കെ ഉണ്ടാവും. എന്തായാലും ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ ഇതിനകത്ത് കൊടുത്തേക്കാം. പിന്നെ അവരെന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസിൽ കാര്യങ്ങൾ ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ഇതിനകത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി ഉടനെ തിരിച്ചെത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.